ഈ പഴയ പുതിയ പാട്ടുകളൊക്കെ മോശമെന്ന് പറയുന്നില്ലേ? വളരെ ക്ലീഷേ ആയിട്ടുള്ള വർത്തമാനമാണ്. എത്ര ഗംഭീരം. നമ്മൾ ഒരു 1000 പാട്ട് വരുന്നോണ്ടാണ് ഇതിനകത്ത് കൊള്ളാവുന്ന പാട്ടുകൾ. പണ്ട് കുറച്ച് പാട്ടേ വന്നത്. ഇപ്പൊ കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാല. ഒരു പെൺകുട്ടിയുടെ കാത്തിരിപ്പിനെ വളകൾ ഊർന്നു പോയി എന്നാണ് റഫീഖ് എഴുതിയിരിക്കുന്നത്. ഒരു പെൺകുട്ടി എത്രത്തോളം ഇത്രയും ഗംഭീരമായ ഒരു പാട്ട് ഈ വർത്തമാന കാലത്തുണ്ടായതാണ്. പക്ഷെ നമ്മളിങ്ങനെ അടച്ചങ്ങ് പറയും. പുതിയതിലൊന്നും ഒരു നല്ലതില്ല. നമ്മളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കുക, പഴയ പാട്ടുകളെക്കാൾ എത്രയോ കാമ്പുള്ള കനമുള്ള ഗംഭീരം പാട്ടുകൾ ഗംഭീരമായ തീരമേ എന്നുള്ള പാട്ട് നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പൊ താങ്കൾക്ക് എന്താവുന്നു പുതിയ സംഗീതം? ജിം ജേക്കബ് പുതിയ സംഗീതം പഴയ സംഗീതം ഒന്ന് ഒരു മാറ്റം എന്ന് പറഞ്ഞ സംഗീതം എപ്പോഴും ഒന്ന് തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിനകത്തൊരു വ്യത്യാസം എന്ന് വെച്ചാൽ സൗണ്ടിങ് മാറി, കാലഘട്ടം മാറി. ഇപ്പം ഞാനൊരു മ്യൂസിക് ഡയറക്ടറിനേക്കാൾ ഉപരി ഞാനൊരു ഓഡിയോ ടെക്നീഷ്യനാണ്, ഞാൻ ഓഡിയോ എഞ്ചിനീയറാണ്. അപ്പോൾ ആസ് ആൻ ഓഡിയോ എഞ്ചിനീയർ ഞാൻ പറയുമ്പോൾ കാലഘട്ടത്തിൻ്റെ മാറ്റം. ഇപ്പോൾ വിപിനും പാടിയ പാട്ട് 2006-2007 ഇറങ്ങിയ പാട്ടല്ലേ, ജാസിയാൻ്റെ പാട്ട് ബൊമ്മ. അതിൻ്റെ അല്ലേ 2005 ഇറങ്ങിയ പാട്ട് ജാസിയാൻ്റെ പാട്ട്. അപ്പോൾ ആ പാട്ടിനകത്ത് ലിറിക്സ് ആക്ച്വലി അന്ന് ആ റാപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ലജ്ജാവതി ആ കാലഘട്ടത്തിൽ റാപ്പും സാധനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിനെ പിച്ച് ചെയ്യുന്ന രീതി, അതിനെ കൊണ്ടുവരുന്ന സൗണ്ടിങ് കൊടുക്കുന്ന രീതികൾ മാറി. അപ്പോൾ അതിലാണ് ഇപ്പം നമ്മൾ ഏതൊരു പാട്ട് ഇപ്പം ഇറങ്ങുന്ന പാട്ടിലെടുത്താലും അതിനകത്ത് മെലഡി ഉണ്ട്, മെലഡി സ്കോർ. അത് ബേസിക്കായിട്ട് ഒരു മെലഡി എല്ലാ പാട്ടുകളിലും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉണ്ട് താനും ഇപ്പം നമ്മൾ പാടുന്ന പാട്ടുകളുണ്ട്. പക്ഷേ അതിന് ആ കാലഘട്ടമല്ല, അനലോഗിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഡിജിറ്റലിൻ്റെ കാലഘട്ടം വന്നു. ഇപ്പോൾ ഏടെ കാലഘട്ടത്തിലേക്ക് വന്നു. ഇപ്പോൾ ഡിജിറ്റൽ ഒന്നോടെയും വലുതായി. അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ആക്ച്വലി ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് ഈ ഒരു സൗണ്ടിങ് പുതിയതിനെയും പഴയതിനെയും തിരിക്കാനുണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതാണ് സൗണ്ടിങ് ആണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ സൗണ്ടിങ് എങ്ങനെയാണ് ഞങ്ങൾ പുതിയ കാലത്ത് നമ്മുടെ പാട്ടുകളൊക്കെ ഈ വിദേശത്തൊക്കെ ഈ ജിംകി കമ്മൽ പോലുള്ള പാട്ടുകളൊക്കെ വിദേശികൾ എൻജോയ് ചെയ്യാൻ 100%. ഇപ്പോൾ ശ്യാം കഴിഞ്ഞ റീസെൻ്റ്ലി ഞാൻ ബെൽഫാസ്റ്റിലുണ്ടായിരുന്നു, നോർത്തേൺ അയർലൻഡിൽ നടന്നപ്പോൾ ശ്യാം അവിടെ ഒരു ഷോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ പാടിയ പാട്ടുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഈ 2000 മുമ്പുള്ള പാട്ടുകളാണ്. ഏറ്റവും ന്യൂജൻ സോങ്ങുകളേക്കാൾ ഉപരി ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന പാട്ടാണ്. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ അതിൻ്റെ സൗണ്ടിങ് മാറ്റിയിട്ട് ഒരു ബാൻഡിങ് സൗണ്ടിങ്ങിലാണ് പാടണേ. അത് എല്ലാവർക്കും, അത് എല്ലാ ഓഡിയൻസ് അക്സെപ്റ്റഡ് ആണ്. ആ പാട്ടിൻ്റെ കോർ സാധനങ്ങൾ അക്സെപ്റ്റഡ് ആണ്. പുതിയ ഓഡിയൻസിനും പുതിയ പിള്ളേർക്കും എല്ലാം അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ഈവൻ നമ്മുടെ അടുത്ത് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന പടങ്ങൾ, ഇപ്പോൾ രാജ്ബി ഷെട്ടിയുടെ ഒരു പടം ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഡിമാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇംഗ്ലീഷ് സോങ്സാണ്. അതിനകത്ത് 4 സോങ് ഞങ്ങൾ ചെയ്യുന്നത് 4 ഇംഗ്ലീഷാണ്. അതും എൻറ്റയർലി വേറൊരു ജോണറാണ്. എന്താണോ സിനിമ ഡിമാൻഡ് ചെയ്യണേ അത് നമുക്ക് സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സിനിമയ്ക്ക് അപ്പുറത്ത് ഒരു ഒറിജിനൽസിൻ്റെ ഒരു കാലഘട്ടം ഇപ്പോൾ രഞ്ജിനി പറഞ്ഞ പോലെ തുറന്നു കിട്ടിയേക്കണതാണ് എല്ലാ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യാം. എങ്ങനെയാ തോന്നുന്ന കാര്യങ്ങൾ? എനിക്കൊന്ന് ഈ സോഷ്യൽ മീഡിയ ഇതിനകത്ത് വലിയൊരു സംഭവം തുറന്ന് തന്നിരിക്കുന്നു. അതായത് നമ്മൾ ഇപ്പോഴത്തെ സിനിമ മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോക്കസ് ചെയ്യുന്നത് യൂത്തിനെയാണ് കൂടുതലും. അപ്പൊ സിനിമ ഒരു ബിസിനസ്, കുറച്ച് ദിവസം കഴിഞ്ഞ് ഇറങ്ങും. അതെ. അപ്പൊ സിനിമ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ സിനിമയുടെ സംവിധായകർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് യൂത്തിനെ എന്റർടൈൻമെന്റ് കൊടുക്കാവുന്ന രീതിയിലുള്ള സോങ്സിനാണ് ഡിമാൻഡ്സ്. അപ്പോൾ അങ്ങനെയാണ് ഈ ട്രെൻഡ് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ടും നമുക്കിപ്പോൾ തുടരുമിലെ MG സാറിൻ്റെ പാട്ട്, ജയ്സ് ചെയ്ത പാട്ട് പോലെ പാട്ടുകൾ, അല്ലെങ്കിൽ ആരാധികയെ, ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ കുഞ്ഞിക്കവൽ, അങ്ങനെയുള്ള മെലഡികൾ, നല്ല മെലഡികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. സുശീനൊക്കെ ചെയ്യുന്ന പോലത്തെ ആവേശത്തിലെ പാട്ടുകളും എല്ലാത്തരം പാട്ടുകൾക്കും നമുക്കിവിടെ ആസ്വാദകരുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാത്തരം പാട്ടുകൾക്കും നമ്മുടെ നാട്ടിൽ ആരാധകരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ യങ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഓഡിയോ എഞ്ചിനീയേഴ്സും കൂടിയാണ്. അതിൻ്റെ പേരിൽ അവർക്കിപ്പോൾ ഒരു ഡും ശബ്ദം ഇട്ടാൽ അവിടെ തന്നെ വേറൊരു ഇടൂല്ല. അത് അതിൻ്റെ ലെയർ ചെയ്ത് വളരെ പക്കയായിട്ട് ചെവി കൊണ്ട് കേട്ട് ഇതിന്റെ പേരിൽ നമുക്ക് മലയാളം പാട്ട്, ഇപ്പോഴത്തെ മലയാളം പാട്ട് എല്ലായിടത്തും കേൾപ്പിക്കാം, സായിപ്പന്മാരെയും കേൾപ്പിക്കാം. ചോദിക്കാം നിങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരും. പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇവരുമായിട്ട് സഹകരിച്ച ഒരാളെന്ന രീതിയിൽ പറയുവാണ്, ഇവര് വരികളെ വളരെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുകയും മുന്നേ നടത്തുകയും ചെയ്യും. വരികൾ തബലയ്ക്കും അല്ലെങ്കിൽ വ്യക്തമായി നിങ്ങളത് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടുകൊള്ളുന്ന മെലഡിയാണല്ലോ. പേഴ്സണലി ഞങ്ങൾ രണ്ടുപേരും ജോൺസൺ മാസ്റ്ററുടെ ഭയങ്കര ഫാനാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളെ മാത്രം എന്നില്ല, നമ്മൾ എല്ലാ തരം പാട്ടുകളും കേൾക്കണമല്ലോ, ഇന്റർനാഷണലും എല്ലാം കേൾക്കണം. അപ്പം ഞങ്ങളുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് തന്നെ പാട്ടിനെ മൂടിക്കളയുന്ന സൈസ് ഓർക്കസ്ട്രേഷൻ ഞങ്ങൾ എപ്പോഴും ചെയ്യാറില്ല. പാട്ടായിരിക്കണം ഏറ്റവും മുമ്പിൽ. അതായത് നമ്മൾ ആ പാട്ടുകൂടെ എന്താണോ കൺവേ ചെയ്യുന്നത്, ഫീലും എല്ലാം കിട്ടണമെങ്കിൽ അതിൻ്റെ വരികൾ ക്ലിയർ ആയിട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ രാജീവേട്ടൻ പറഞ്ഞത്, പാട്ടിൻ്റെ ലിറിക്സ് ആൾക്കാർക്ക് ഓഡിയബിൾ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.